അവർക്ക് പല രൂപം സ്വീകരിക്കാനും ഫിസിക്കലി തൊടാനും സ്പേം ഉൽപ്പാദിപ്പിക്കാനും കഴിയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. 2 പത്രോസ് 2:4 പറയുന്നത്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല, വിധി ദിവസം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു. ദൈവം ഹാനോക്കിനെ അറിയിച്ചതെന്തെന്നാൽ, ആദ്യം മുതൽ നിത്യതയിൽ വസിക്കുന്ന ആത്മാക്കളാണ് ദൂതന്മാരെന്നും അവർ സ്വർഗത്തിൽ വസിക്കേണ്ടതിനാൽ അവർക്ക് ഭാര്യമാർ ഉണ്ടായിരുന്നില്ല എന്നുമാണ്. ഈ ആത്മാവും ഭൂമിയിലെ മനുഷ്യപുത്രിമാരുടെ ദേഹവും ചേർന്ന് ജനിക്കപ്പെട്ട രാക്ഷസന്മാർ ഭൂമിയിൽ ദുഷ്ടാത്മാക്കൾ ആയി തന്നെ വസിക്കും എന്നും പറഞ്ഞു. കാർമേഘങ്ങൾ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് തർജ്ജിമയിൽ നെഫിലീം എന്ന വാക്കാണ് രാക്ഷസന്മാരെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ തുടച്ചു മാറ്റാനായി പ്രളയം ഉണ്ടായെങ്കിലും അവരുടെ ആത്മാക്കൾ ദുരാത്മാക്കളായി മനുഷ്യരെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ടെന്ന വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവർ ആരെ വിഴുങ്ങേണ്ടു എന്നും പറഞ്ഞ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്ന ഭൂതങ്ങൾ അഥവാ പിശാചുക്കളാണെന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16:16-18 പറയുന്നത്, പൗലോസ് പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വളരെയധികം ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിന്റെ പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ്. അവർ നിങ്ങളുടെ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങളിലും അവർ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞു അവളിലെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകുവാൻ ആജ്ഞാപിച്ചു. തൽക്ഷണം അത് പുറത്തുപോയി. ഈ ദുരാത്മാക്കളുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് പലതിനും മനുഷ്യർ അടിമകളായി മാറുന്നത്. പല സ്വഭാവ വൈകൃതങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നു. മാത്രമല്ല, കൊലപാതകങ്ങളും ആത്മഹത്യകളും നടക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പല കുടുംബ കലഹങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നത് ഈ അദൃശ്യമായ ദുരാത്മാക്കളാണെന്ന സത്യം പലർക്കും അറിയില്ല. നമ്മുടെ ശത്രുക്കൾ മാതാപിതാക്കളോ മക്കളോ ഭാര്യയോ ഭർത്താവോ കൂടപ്പിറപ്പുകളോ സുഹൃത്തുക്കളോ അല്ല, മറിച്ച് അന്ധകാര ലോകത്തിലെ അധ്വന്മാരും ദുരാത്മാക്കളുമാണെന്ന് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗമാണ് എഫെസ്യർ 6:12. നാം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് പറയുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവയെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഇവയെ ഭയപ്പെട